ഗുഡ് മോർണിംഗ്. ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NIOSന്റെ കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണോ? കൊമേഴ്സിൽ പ്രധാനമായിട്ടും 6 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ചെറിയൊരു വിശകലനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഒരു വിഷയം നല്ല രീതിയിൽ നിങ്ങൾക്ക് പാസ്സാകാം എന്നുള്ളതും കൊമേഴ്സ് ഹയർ സെക്കൻഡറി പഠനം നിങ്ങൾക്ക് എളുപ്പമാക്കും എന്നുള്ളതും. ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ബിസിനസ് അനുബന്ധ സേവനങ്ങൾ എന്നാണ്, ബിസിനസ് സപ്പോർട്ട് സർവീസസ്. ഏതെല്ലാം മറ്റ് സേവനങ്ങളാണ് ബിസിനസ്സിനെ എളുപ്പത്തിൽ സഹായിക്കുന്നത്? പ്രധാനമായിട്ടും 5 തരം സേവനങ്ങളാണ്: കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ആൻഡ് ബാങ്കിങ്. നമുക്കറിയാം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സേവന മേഖല തന്നെയാണ് ഇത്, ബാങ്കിങ് എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആളുകൾക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഇത്, ബാങ്ക്, അല്ലേ? ഏതൊക്കെയാണ് വിവിധ തരം ബാങ്കുകൾ, വിവിധ തരം ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ബാങ്കിന്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ ഒരു അധ്യായം വളരെ വിശകലനമായി നിങ്ങൾക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ആശയവിനിമയം, വിവിധ തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഏതൊക്കെയാണ്, ആശയവിനിമയത്തിലെ തടസ്സം, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഏതൊക്കെയാണ് എന്നും കൂടെ ഈ പറയുന്നുണ്ട്. വെയർ ഹൗസിംഗ്, നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിലെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇന്നോ ഇന്നലെയോ ആയിട്ട് ഉൽപ്പാദിപ്പിച്ചതല്ല, അല്ലേ? മാസങ്ങളായിട്ട് ഉൽപ്പാദിപ്പിച്ചവയാണ്. അപ്പോൾ ഇതെല്ലാം സംഭരിച്ച് ചെയ്യുന്നത് എവിടെയാണ്? സംഭരണശാലകളിലാണ്. ഈ സംഭരണശാലകളുടെ സർവീസുകളുടെ, വെയർ ഹൗസിംഗ് സർവീസുകളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇൻഷുറൻസ്, നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റേത് തരത്തിലും കത്തിപ്പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, അല്ലെ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എന്താണ്, വലിയ നഷ്ടമാണ്. ഈ ഒരു നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലേ? അപ്പോൾ ഇൻഷുറൻസ് എന്താണ്, വിവിധ തരം ഇൻഷുറൻസുകൾ ഏതൊക്കെയാണ്, ഇൻഷുറൻസിന്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? സാധാരണയായിട്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് നമുക്ക് പറയുന്നുണ്ട്. അത് ഏതെല്ലാമാണ്? വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, വാട്ട് ഐ മീൻ ബൈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം എന്നുള്ളതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ചരക്കുകളും അതുപോലെ തന്നെ ആളുകളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം എളുപ്പമാക്കുന്നത് ഏതിലൂടെയാണ്? ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അരി കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ, വിവിധ ജില്ലകളിലെ, വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടല്ലേ? അത് ഏത് വഴിയാണ്? ഈ ഒരു പ്രവർത്തനം എളുപ്പമാക്കുന്നത് ഏതാണ്? ട്രാൻസ്പോർട്ടേഷനാണ്. അത് മാത്രമല്ല, ഞങ്ങളിതാ ഇത്ര ലോഡ് അരി ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏതാണ്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വഴിയാണ്. നിങ്ങൾ ഇത്ര ലോഡ് അരി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഞങ്ങളിതാ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു ത്രൂ ബാങ്കിങ് ആണ്. അത് മാത്രമല്ല, ഇത്രയും ലോഡ് അരി നമ്മൾ സംഭരിച്ച് വയ്ക്കുന്നത് എവിടെയാണ്? വെയർ ഹൗസിങ്ങിലാണ്. മേ ബി എന്ത് ചെയ്യാം, നമ്മുടെ വെയർ ഹൗസിങ്ങിൽ ചിലപ്പോൾ നഷ്ടസാധ്യതകൾക്കുള്ള സാധ്യതകളുണ്ട്. അത് ഏതിലൂടെയാണ്? ഇൻഷുറൻസിലൂടെയാണ്. ഈ ഓരോ സേവനങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. ഇവയെല്ലാം വിശകലനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ അധ്യായം. ഇനി മടിച്ചു നിൽക്കേണ്ട, വേഗം കോൺടാക്ട് ചെയ്യൂ നാഷണൽ അക്കാദമിയിലേക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.